അപ്പോൾ ഇന്ന് നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് പാൽവാഴയ്ക്കയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അരക്കപ്പോളം ചവ്വരി ഒരു 2 മണിക്കൂറോളം കുതിർത്തതാണ്. കുതിർത്തതിന് ശേഷം വേവിക്കുകയാണെങ്കിൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും അതാവാനായിട്ട്. അപ്പോൾ അത് വേവിച്ചതിന് ശേഷം ഒരു അരിപ്പയിൽ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം കുറച്ച് കാഷ്യൂസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതേ നെയ്യിൽ തന്നെ നമ്മൾ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു വാഴപ്പഴമാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കളറായി കഴിയുമ്പോൾ അതിലേക്കൊരു 1.5 കപ്പോളം പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിൽ കിട്ടുന്നത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. മധുരം ഏറെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം അതിലേക്കൊരു 2-3 ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് റോസ്റ്റ് ചെയ്ത കാഷ്യൂസും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പാൽവാഴയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, എന്നാൽ നമുക്ക് സ്വീറ്റൊക്കെ കഴിക്കാനൊരു ക്രേവിങ്സ് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ട്രൈ ആക്കി നോക്കുക. വീണ്ടും കാണാം. ബായ്.